സിനിമയ്ക്ക് ആ നടൻ വന്നില്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡേറ്റിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ വേറെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസോ ഉള്ളെങ്കിൽ ഞാനിത് പറയത്തില്ല. ആ സിനിമയ്ക്ക് ആ ഡേറ്റ് വന്നില്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് അത് നമ്മൾ എത്ര പ്രാവശ്യം ഇപ്പൊ ഇവൻ ഇത് പറഞ്ഞു, നമ്മളെ കൊണ്ടിട്ട് ഇത് പറയിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഞാനാണ് ഒരു വലിയ കുറ്റം ചെയ്യുമെങ്കിൽ ആ ഓപ്പൺ ആയിട്ട് ആ നടൻ വന്നിട്ട് പറയട്ടെ, ഞാൻ എന്നെ കുറിച്ചാണ് പറഞ്ഞത്, എന്നെ കുറിച്ചാണ് ആ പ്രൊഡ്യൂസർ പറഞ്ഞത്, ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ഇന്നതാണ് എന്ന് വന്ന് പറയട്ടെ. അപ്പോഴല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനത്തെ ഒന്നും അല്ല. ആ ആള് വിചാരിച്ചിരുന്നെങ്കിൽ നമുക്കൊരു മേശയ്ക്ക് ഇവൻ ചുറ്റും ഇരുന്നിട്ട് തീർക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ. ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം, അതിനെനിക്ക് എങ്ങനെയാണ് അതിന് വിലയിടേണ്ടതെന്നോ അതിനെന്താ മറുപടി കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. രൂക്ഷമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ താങ്കൾക്കെതിരെയുള്ള എനിക്കെതിരെ പറഞ്ഞോട്ടെ, എന്നെ തേജോവധം ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്നെ തെറി പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഒരു നാൾ സത്യം അറിയില്ലോ, അറ്റാക്ക് ചെയ്തോണ്ടിരുന്നോട്ടെ, ആളുകൾക്ക് വെള്ള പൂശിക്കൊണ്ടിട്ടിരുന്നോട്ടെ, ഒരു നാൾ സത്യം അറിയും. സത്യം അറിയുമ്പോഴും സത്യം അറിയാത്ത രീതിയിൽ വെള്ള പൂശിക്കൊണ്ടിട്ടേയിരിക്കും. അത് ഇൻഡസ്ട്രി അങ്ങനെയാണ്. ഇതൊരു ഫെയിമിന്റെ ഒരു ഇൻഡസ്ട്രിയാണ്. ഫെയിമിന്റെ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടിട്ട് ഇതിങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു വിജയിച്ച സിനിമ നിർമ്മിച്ച പടത്തിന്റെ പ്രൊഡ്യൂസർ എന്ന് മാത്രമാണ്. അല്ലാണ്ടിട്ട് നമുക്ക് ഫാൻ ബേസ് ഇല്ല, സപ്പോർട്ടിന് ആർമി ഇല്ല, PR വർക്ക് ഇല്ല. മനസ്സിലായി? ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ മാത്രമാണ്. നമ്മൾ എന്തോരം ടെൻഷൻ അനുഭവിക്കും. നമ്മൾ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പ്രതികരിച്ചു പോകുന്നത്. നമുക്ക് പ്രതികരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ.